ഒരു കാര്യം ഉറപ്പാണ്, അൻവർ തോറ്റാൽ എല്ലാവരും ജയിക്കും, അൻവർ ജയിച്ചാലോ മറ്റെല്ലാവരും തോൽക്കും. ഇത് എങ്ങനെയാണെന്നല്ലേ ഞാൻ പറയാം. നിലമ്പൂരിൽ PV അൻവറിൻ്റെ മുഖ്യ എതിരാളികൾ LDFും UDFുമാണ്. BJP ആകട്ടെ നിലമ്പൂരിൽ തുലവും അപ്രസക്തമാണ്. അൻവർ പരാജയപ്പെട്ടാൽ LDF ജയിക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ കേരളം ഭരിക്കുന്ന LDF ഗവൺമെൻറ്റിനും ഇപ്പോൾ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനുമെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് PV അൻവർ തൻ്റെ MLA സ്ഥാനം രാജിവെക്കുന്നത്. ഇപ്പോൾ LDFിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായിസമാണെന്നും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ഇന്ന് സംഘപരിവാരത്തിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ് എന്നും മലപ്പുറം ജില്ലയെ ക്രിമിനൽ വൽക്കരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പും പോലീസും അതിന് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് എന്നും ADGP അജിത് കുമാറിനോട് സംഘപരിവാറുമായുള്ള അവിഹിത ബന്ധം, അതുപോലെ തന്നെ മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വന്യജീവി ആക്രമണവും വനയോര മേഖലയിലെ കർഷകർക്ക് LDF ഒന്നും ചെയ്യുന്നില്ല തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് PV അൻവർ തൻ്റെ MLA സ്ഥാനം രാജിവെക്കുന്നത്. 23-ാം തീയതി ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് അൻവർ പരാജയപ്പെട്ടാൽ അൻവർ ഉന്നയിച്ച ഈ ഗുരുതരമായ ആരോപണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നും തീർച്ചയായും അത് LDF ഗവൺമെൻറ്റിൻ്റെ ഒരു വിജയവുമായി മാറും. ഇനി 23-ാം തീയതി റിസൾട്ട് വരുന്ന സമയത്ത് അൻവർ വിജയിക്കുകയാണെങ്കിൽ അൻവർ മുന്നോട്ട് വെച്ച ഈ ആരോപണങ്ങളെല്ലാം ജനങ്ങൾ ഏറ്റെടുക്കുകയും അത് അംഗീകരിക്കുകയും അതിനുള്ള അംഗീകാരമായി PV അൻവറിൻ്റെ വിജയം മാറുകയും ചെയ്യും. സ്വാഭാവികമായും LDF ഗവൺമെൻറ്റിന് അൻവറിൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി പിടിച്ചുകൊണ്ട് പരാജയം സമ്മതിക്കേണ്ടിയും വരും. ഇനി UDFിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അൻവർ പരാജയപ്പെടുമ്പോൾ എങ്ങനെയാണ് UDF വിജയിക്കുന്നത് എന്ന് പറയാം. അൻവർ MLA സ്ഥാനം രാജിവെക്കുന്ന സമയത്ത് തന്നെ LDFിൻ്റെ ഭാഗമാകാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. എന്നാൽ അതിനുശേഷം PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ പോയി ചേരുകയും അതിനുശേഷം UDFിൻ്റെ ഘടകകക്ഷിയാകാനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. ആ ശ്രമങ്ങളും അതിദയനീയമായി പരാജയപ്പെട്ടു. മാത്രവുമല്ല, കോൺഗ്രസിൻ്റെ DCC പ്രസിഡൻ്റായ VS ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആദ്യം മുതലേ കോൺഗ്രസിനോട് PV അൻവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ VS ജോയിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന് മാത്രമല്ല, ആരെയാണോ PV അൻവർ സ്ഥാനാർത്ഥി ആക്കരുത് എന്ന് പറഞ്ഞത് അതേ സ്ഥാനാർത്ഥിയെ പിടിച്ച് അതേ ആളെ പിടിച്ച്